കെട്ടുപോകാത്ത ഇടയ വെളിച്ചം. ദിവ്യശ്രീ പ്രിൻസ് കോര കശീശ. മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിലെ കഞ്ഞുക്കുഴി വടക്ക് പ്രാർത്ഥനായോഗത്തിൽ മുല്ലശ്ശേരിൽ എം.എ. കോരയുടെയും അന്നമ്മയുടെയും പുത്രനായി 1974 മെയ് 29 ജനിച്ച പ്രിൻസ് കോര എന്ന ബാലൻ മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിലെ എല്ലാവിധ ആത്മീയ പരിശീലന അനുഭവങ്ങളുടെയും നന്മ ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളർന്നു വന്നത്. ദൈവത്തിന് സ്തുതി. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. ദൈവം നൽകുന്നതായിട്ടുള്ള ആയുസ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളത് എത്ര ധന്യമാണ്. മാങ്ങാനം സെക്രട്ടേറിയറ്റ് മാർത്തോമയുടെ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസ് കോരയച്ചൻ ദൈവം തന്നെ വിളിച്ചു ആദരിച്ച് സഭയുടെ വൈദികത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ എൻ്റെ ചരമം വരെ എൻ്റെ നിര്യാണം വരെ ഏറ്റവും അനുഗ്രഹീതമായ വിശ്വസ്തയോടുകൂടി എൻ്റെ ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രസ്ഥാനത്തെ കുറിച്ച് ചേർക്കപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം തികയാണല്ലോ. അച്ഛൻ്റെ ഇടവകയായ മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് ഇടവക അച്ഛൻ്റെ സ്മരണകളെ നിലനിർത്തുമാറ് ഒരു അനുസ്മരണ സമ്മേളനവും ഒരു മ്യൂസിക്കൽ ഈവനിങ്ങും ഒക്കെ ക്രമീകരിക്കുന്നതെന്ന് അതിൽ നിന്ന് ഞാൻ സന്തോഷിക്കുകയും ഇടവകയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അച്ഛന് കർത്താവിൻ്റെ മനസ്സോടുകൂടി തൻ്റെ ശുശ്രൂഷകളിലൊക്കെ പ്രവർത്തിച്ചത് നാം എല്ലാവരും ഓർക്കുന്ന ധാരാളം സംഭവങ്ങളിലൂടെയാണ്. മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാൻ, മറ്റുള്ളവരെ ദൈവത്തോടെ ചേർത്ത് നിർത്തുവാൻ, മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരിക്കാൻ പ്രിയപ്പെട്ട അച്ഛന് തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഇടയായിട്ടുണ്ട്. ധാരാളം പേരുടെ അനുഭവ സാക്ഷ്യം കഴിഞ്ഞ വർഷം നാം പ്രിയപ്പെട്ട അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ചേർന്ന് കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചുമയെ മക്കളെയും പ്രത്യേകമായ പ്രാർത്ഥന ഓർക്കുന്നു. ധന്യമേ ജീവിതം എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ്റെ സ്മരണകളെ നന്ദിയോടെ ഓർക്കുകയും ആദരാജ്ഞങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് കോരയച്ചൻ നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ട് 1 വർഷം തികയുന്നു. അച്ഛനെക്കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നാം സൂക്ഷിച്ചിരിക്കുന്നത്. മാർത്തോമ സഭയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഒരു യുവ വൈദികൻ. മാങ്ങാനം സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയ്ക്ക് അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസ് അച്ഛൻ. മാർത്തോമ സഭയുടെ വിശ്വാസ ആചാര പൈതൃകങ്ങൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ പരിപാലിക്കുന്നതിൽ ശുഷ്കാന്തി പുലർത്തിയിരുന്ന അച്ഛൻ. വിശ്വാസ പൈതൃകത്തിന് മങ്ങലേൽക്കാതെ ഇമ്പകരമായി ആരാധന ജനമധ്യത്തിൽ നിർവഹിച്ച് അനേകരെ ഹഠാത് ആകർഷിച്ചിട്ടുള്ള ഒരു പൗരോഹിത്യ സുഹൃത്തായിരുന്നു പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസ് അച്ഛൻ. അച്ഛൻ്റെ സുവിശേഷ താല്പര്യം ഏവർക്കും അറിവുള്ള കാര്യമാണ്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ വടാട്ടുപാറയിൽ താൻ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നപ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ പണം സമാഹരിക്കുന്നതിനും അതിനുവേണ്ടി പണിയെടുക്കുന്നതിനും
ഏറെ ഉത്സാഹിച്ചിരുന്നത് ഇന്നും അവരുടെയൊക്കെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. എന്നോടൊപ്പം അച്ഛൻ ശുശ്രൂഷ ചെയ്തിരുന്നതിനാൽ കൂടുതൽ അടുത്ത് അറിയുന്നതിനും അച്ഛൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ മനസ്സിലാക്കുന്നതിനും സാധിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ കുടുംബത്തോടുള്ള വാത്സല്യം, കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടും കാട്ടിയിരുന്ന സ്നേഹം, അവരൊന്നിച്ച് ഒരു അപകടത്തിൽ പെട്ടപ്പോൾ കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും തൻ്റെ കരവലയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു എങ്കിലും അതിൻ്റെ ആഘാതം തന്നിൽ ഏറെ മാസങ്ങൾ ആ അപകടാവസ്ഥയിൽ തുടരേണ്ടി വന്നു എന്നുള്ളത് നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടം സഹിക്കുന്നതിന്, അത് കുടുംബത്തിനു വേണ്ടി മാത്രമല്ല, താൻ സ്നേഹിച്ച ഇടവക ജനങ്ങൾക്കും അവണ്ണം തന്നെ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. അച്ഛൻ നമുക്ക് ഒരു നഷ്ടമായി മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും ദൈവസന്നദ്ധയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ ഒരു രാജകുമാരനെ പോലെ പ്രിൻസായി ശോഭിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അച്ഛൻ ദേവവിയോഗത്തിൽ ദുഃഖാർത്തരായി കഴിയുന്ന ഏവർക്കും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഉള്ളങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും ദൈവം തമ്പുരാൻ അത്ഭുതകരമായി പരിരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്കൊക്കെ ആശിക്കാം. ഇങ്ങനെ ഒരു നല്ല ശ്രദ്ധാഞ്ജലി അച്ഛന് വേണ്ടി നിർവഹിപ്പാൻ മാതൃ ഇടവകയായ മാങ്ങാനം ഇടവകയ്ക്ക് കഴിയുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട വികാരി അച്ഛനെയും ഇടവക ചുമതലക്കാരെയും ജനങ്ങളെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം ആദ്യം പുതുപ്പറമ്പ് സെന്റ് ലൂക്സ് മാർത്തോമ ഇടവകയുടെ സൺഡേ സ്കൂളിലും പിന്നീട് മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയുടെ കഞ്ഞിക്കുഴി സെന്റ് പീറ്റേഴ്സ് സൺഡേ സ്കൂളിലുമായിരുന്നു. 1988 മുതൽ കളത്തുപിടിക്ക് സമീപമുള്ള ഭവനത്തിൽ താമസമാക്കിയ ശേഷം കഞ്ഞിക്കുഴി വടക്ക് പ്രാർത്ഥനായോഗത്തിൻ്റെ നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ്റെ പ്രിയ മാതാപിതാക്കളും അച്ഛനും സഹോദരി സൂസനുമെല്ലാം. സൺഡേ സ്കൂൾ, യുവജനസഖ്യം എന്നിവയുൾപ്പെടെയുള്ള ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന പ്രിയപ്പെട്ട പ്രിൻസ് കോര കുട്ടിക്കാലം മുതൽക്ക് തന്നെ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞിരുന്നു. ഈ ദൈവവിളി അനുസരിച്ചാണ് പ്രിൻസ് കോര എന്ന യുവാവ് സെമിനാരി വിദ്യാഭ്യാസത്തിനായി ഒരുങ്ങിയത്. പഠനം പൂർത്തീകരിച്ച പ്രിൻസ് കോര എന്ന യുവാവ് സഭയുടെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് സഭയോടും സഭയുടെ നാഥനായ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടമായ വിശ്വാസ സമൂഹത്തോടും ചേർന്ന് ശക്തമായ വിശ്വാസ സാക്ഷ്യത്തിൻ്റെ മാതൃകകൾ സഭയ്ക്കും സമൂഹത്തിനും സമ്മാനിക്കുവാനായിരുന്നു. 2003 ജൂൺ 21 ഷമ്മാശനായും 2003 ജൂലൈ 9 അഭിവന്യ ഡോക്ടർ ഐസക് മാർ ഫീലക്സിനോസ് എപ്പീസ്കോപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യ ജോസഫ് മാർ ബർണബാസ് എപ്പീസ്കോപ്പ, അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് എപ്പീസ്കോപ്പ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വൈദികനായി പട്ടം കെട്ടപ്പെട്ടു. റെവറൻ പ്രിൻസ് കോരയുടെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടം മിഷൻ ഫീൽഡുകളായിരുന്നു. വടാട്ടുപാറ, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിൻസ് കോരയച്ചൻ്റെ വലിയ ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിൻസ് കോരയച്ചൻ്റെ ആദ്യകാലത്തെ ഫസ്റ്റ് പോസ്റ്റിംഗ് വഴി വടാട്ടുപാറ ശാലയും മാർത്തോമ ഇടവകയിലായിരുന്നല്ലോ. പ്രത്യേകിച്ച് അച്ഛനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഈ സമയം പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം കേൾക്കുവാനായിട്ട് സാധിച്ചത് തന്നെ പ്രിൻസ് കോരയച്ചൻ്റെ വലിയ ജീവിതത്തെക്കുറിച്ചാണ്. ഈ ദേശത്തിനു വേണ്ടി
ഈ ദേശത്തിൻ്റെ ഒരു മകനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട പ്രിൻസ് കോരയച്ചൻ. അച്ഛനിലൂടെ ഈ ദേശത്തിന് ലഭിച്ച ഒരു കൈത്താങ്ങെന്ന് പറയുന്നത് ആരും പറഞ്ഞാലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു ഇവിടുത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ചിലവരിൽ നിന്ന് കേട്ട ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ ഒരു മകനായിട്ട് പ്രവർത്തിച്ചു, ഒരു ഭവനത്തിൻ്റെ ഒരു മകനായിട്ട് പ്രവർത്തിച്ചു, ഒരു വൈദ്യനപ്പുറമായിട്ട് ഒരു കുടുംബത്തിലൊരു അംഗമായി പ്രിയപ്പെട്ട അച്ഛൻ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അച്ഛനിൽ നിന്ന് ഈ ദേശത്തിന് കിട്ടിയ വലിയൊരു കൈത്താങ്ങൽ എന്ന് പറയുന്നത് ആരോരുമില്ലാത്തവരെ കരുതുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആര് വന്നാലും അച്ഛൻ അകമഴിഞ്ഞ് തൻ്റെ ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട പ്രിൻസ് കോരയച്ചൻ എന്ന് പറയുന്നത്. അച്ഛൻ്റെ വലിയ ഒരു ശുശ്രൂഷയായിരുന്നു ഇവിടെയുള്ളത്. അച്ഛൻ ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ദേശത്തെ അല്ലെങ്കിൽ ഈ വടാട്ടുപാറ ദേശം, പൊയ്ക, മറ്റ് കുട്ടമ്പുഴ, മാമലക്കണ്ട എന്നീ ദേശങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. എന്നാൽ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യാതൊരു വികസനവുമില്ലാത്ത ഒരു ദേശമായിരുന്നു ഈ വടാട്ടുപാറ ദേശം എന്ന് പറയുന്നത്. എന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്ന് ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ എല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അച്ഛൻ്റെ ശരീരം കൊണ്ട് ഓടുക എന്ന് പറയുന്നത് നമുക്ക് ഓർക്കുന്നതിനപ്പുറമാണ്. അച്ഛൻ തൻ്റെ ശരീരം മറന്ന് ഈ ജനത്തെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ ജനത്തെ സ്നേഹിക്കുവാനായിട്ടൊക്കെ അച്ഛൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇവിടുത്തെ കുടുംബങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏത് ഭവനത്തിൽ ജാതിയെന്നോ മതമെന്നോ എന്നുമില്ല. എവിടെ വേണമെങ്കിലും ഈ ഒരു അച്ഛനെന്ന ഒരു മാർത്തോമേൽ ഒരു വൈദികനെന്ന് പറഞ്ഞ് പോയി കയറുമ്പോൾ അവർ പറയുന്നത് പ്രിൻസ് കോരയച്ചനെ കുറിച്ചാണ്. അച്ഛൻ ഈ ദേശത്ത് വന്ന് നൽകിയ ഒരു വലിയ ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അച്ഛൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ കൈത്താങ്ങൽ നൽകി. അതേപോലെ രോഗികൾക്ക് ആവശ്യമായ സൗഖ്യം നൽകി. പെൺകുട്ടികൾക്ക് വിവാഹത്തിന് തക്കതായ വലിയ വിവാഹത്തിന് വലിയൊരു കൈത്താങ്ങലൊക്കെ നൽകുവാനായിട്ട് അച്ഛനിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചു കൊടുക്കാൻ തക്കവണ്ണം അച്ഛൻ ഏറെ ആഗ്രഹിച്ചു. ഇവിടുത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് ഈ ഓല മേഞ്ഞ അല്ലെങ്കിൽ ഈ ഈറ മേഞ്ഞ ഒരു ഭവനങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയാണ് മർത്തോമ സഭ അച്ഛനിലൂടെ ഈ ദേശത്ത് ഈറ മാറി ഒരു ഓട് മേഞ്ഞ ഒരു ഭവനമാക്കി തീർക്കുവാൻ അച്ഛൻ്റെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദേശം ഇത്രമാത്രം വളരുവാനായിട്ട് സാധിച്ചത്. അച്ഛനെ ഓർത്ത് എന്നും ആളുകൾ പറയും, അച്ഛനെ ഓർത്ത് എന്നും അവർ പ്രാർത്ഥിക്കും. അച്ഛൻ്റെ ജീവിതത്തെയും അച്ഛനും ആ കുടുംബവുമായിട്ട് ഒന്നിച്ച് കർത്താവ് ഈ ദേശത്ത് വന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഒരു പിന്നണിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിപ്പാൻ സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ്റെ ദിവ്യമായ ആ സ്മരണകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ എല്ലാവിധ ബാഷ്പാഞ്ചികൾ അല്ലെങ്കിൽ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും തുടർന്നും അച്ഛൻ്റെ കുടുംബത്തിനുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇനി നടക്കാൻ പോകുന്ന ഈ മാസം നടക്കാൻ പോകുന്ന ആ ഒരു വലിയ മീറ്റിങ്ങിൽ ദൈവത്തിൻ്റെ എല്ലാ കൃപയും സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. എൻ്റെ പേര് അബ്രാഹം. പ്രിൻസ് അച്ഛൻ ഇവിടെ വരുന്ന കാലത്ത് എനിക്ക് താമസപൂരമായ ഒരു വീടുണ്ടായിരുന്നില്ല. അച്ഛൻ കൈയായിട്ട് എനിക്കൊരു സാമാന്യം നല്ലൊരു വീട് വെച്ച് തന്നു. അച്ഛൻ്റെ കയ്യിൽ നിന്നും കൂടി കാശ് മുടക്കണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു. ആയതുപോലെ തന്നെ നമ്മുടെ അനിയൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു സാമ്പത്തിക ഇതുണ്ടായിരുന്നില്ല. അച്ഛൻ കൈയായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ പ്രായം കഴിഞ്ഞു പോയെങ്കിലും അത് വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അച്ഛൻ കൈയായിട്ടാണ് അവന് വിദ്യാഭ്യാസം കൊടുത്തത്. നമ്മുടെ ഈ നാട്ടിൽ എൻ്റെ അറിവിൽ അങ്ങനെ എനിക്ക് മാത്രമല്ല പലർക്കും ജാതിമത ഭേദമന്യേ അച്ഛൻ സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അന്ന് കിട്ടിയൊരു ശമ്പളം അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അതേമാതിരി ഉള്ളതായ സഹായങ്ങൾ അച്ഛനെ കാണാൻ ആൾക്കാർ വരെയും ആ വരുന്നവരെ ആര് അച്ഛൻ പരിചയപ്പെട്ടില്ല. മാറാനായ ദിവസങ്ങളിൽ എല്ലാ ക്രിസ്ത്യാനിക്ക് വേണ്ട ഒരൊറ്റ കുർബാന അച്ഛൻ മുടക്കിയിട്ടില്ല. അതിലൊക്കെ ഞങ്ങൾ അറിയാവുന്നവർക്ക്, ക്രിസ്ത്യാനിയെപ്പറ്റി അറിയാവുന്നവർക്ക് ഏറ്റവും വലിയൊരു ബഹുമാനമുണ്ട്. ഒരു കുർബാന അച്ഛൻ മുടക്കിയിട്ടില്ല. അന്ന് അച്ഛന് ഇവിടെ വരുമ്പോൾ 7 പള്ളി ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 2 പള്ളിയും കൂടി അവിടെ അച്ഛനായിട്ടാണ് തുടങ്ങിയത്. കുട്ടമ്പുഴ ഭാഗത്ത് സ്ഥലത്തിൻ്റെ പേര് പറയാൻ എനിക്കറിയാൻ പാടില്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മയിലില്ലെങ്കിലും എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ കൂടെ നമ്മൾ അവിടെയൊക്കെ എല്ലാ സ്ഥലത്തും എല്ലാ ആവശ്യത്തിനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ പോകളും സമയവും പോയതിന് ശേഷവും അച്ഛൻ്റെ വീട്ടിലെ എല്ലാ ആവശ്യത്തിനും അച്ഛൻ്റെ കൊച്ചിൻ്റെ മാമോദീസ ഒഴിച്ച് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ കർണാടകയിലായിരുന്നു. ബാക്കി എല്ലാ ആവശ്യത്തിനും അച്ഛൻ്റെ മരണാവശ്യം വരെ എനിക്ക് ചെന്നെത്തൂടാനും അച്ഛനെ ഒരിക്കലും മരിച്ചോളം മറക്കില്ല, മരിക്കാൻ പറ്റില്ല.
അത് നല്ലൊരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട അച്ഛനെ പ്രണാമം അർപ്പിക്കുകയാണ്. കാര്യം ഇവിടെ വരുമ്പം തന്നെ അച്ഛൻ്റെ ക്ഷേത്രപ്രകൃതി കണ്ടിട്ട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, അച്ഛന് വീട് കയറാനോ മല കയറാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. ചേട്ടന് വരാൻ പറ്റുമോ എന്ന് കൂടെ എന്ന് പറഞ്ഞു, വരാച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഭവന സന്ദർശനത്തിന് ആ തണ്ടിൻ്റെ മുകളിൽ ഒരു 5-6 കുടുംബമുണ്ട്. അവിടെ വലിയ കയറ്റവും മലയുടെ മുകളിലും കയറണം. എനിക്ക് താഴെ വന്നപ്പോൾ തന്നെ എനിക്ക് സംശയമായിരുന്നു. അച്ഛൻ പറഞ്ഞ് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അവിടെ സുഖമില്ലാത്തൊരിടപ്പുണ്ടല്ലോ, അവിടെ പോകണം. രോഗി എന്ന് പറഞ്ഞാൽ അച്ഛന് എന്തോ, അതുപോലെ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ കെട്ടിക്കാൻ പറ്റാത്ത പിള്ളേർ. ഈ 2 കാര്യം അച്ഛൻ പ്രധാനമായിട്ടും അന്വേഷിക്കുമായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും, ഈ കുടുംബത്തിൽ പ്രായപൂർത്തിയായ പിള്ളേരുണ്ടോ എന്ന് ചോദിക്കും, കല്യാണ പ്രായമായ. അത് അച്ഛന് നിർബന്ധമാണ്, പാവപ്പെട്ട നിർദ്ധരായ കുടുംബങ്ങളെ സഹായിക്കുക എന്നുള്ളത്. അതാണ് അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ രോഗികളെ എവിടെ കിടന്നാലും അച്ഛൻ ഈ മല കയറും. ഇപ്പോൾ ഞാൻ ചിരിച്ചിട്ടുണ്ട് അച്ഛൻ്റെ. ചേട്ടന് കയറാൻ പറ്റുമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ശരിയാ, നമ്മൾ വിചാരിക്കുന്ന കാലം ഫ്രണ്ടിൽ അച്ഛനെത്തും. വീട്ടിൽ വന്നപ്പോൾ തന്നെ കസേരയില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റൂളെടുത്ത് തന്നെയാണ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ചേട്ടോ ഇനി വരുമ്പോൾ എനിക്കൊരു കസേര മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കോതാമത്തെ വലിയൊരു വീതിയുള്ളൊരു കസേര മേടിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയാണ് അച്ഛൻ്റെ പ്രവർത്തനം. അത് എന്താണെന്ന് ചോദിച്ചിട്ട് വലിയ അത്ഭുതം പോലെയാണ് അത് തോന്നുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അച്ഛൻ മല കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ താഴത്തും കിടക്കും, അച്ഛൻ മുകളിലും എത്തും. അതേപോലെ ഇറങ്ങി വരുന്നത്. അതാണ് ഈ അച്ഛനെ വേണം ഞങ്ങൾ 1 വർഷം കൂടെ ആവശ്യപ്പെട്ട്. ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ 4 വർഷം ഇരുന്നത്. 1 വർഷം ഞങ്ങൾ ആവശ്യപ്പെട്ടു. കാര്യം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്തു ആവശ്യപ്പെട്ടനുസരിച്ച് തിരുമേനി കൽപ്പന വന്ന് ഞങ്ങൾ ഒരു വർഷം കൂടെ നീട്ടി 4 വർഷം അച്ഛൻ ഇരുന്നിട്ടാണ് പോയത്. ആ 4 വർഷം കൊണ്ട് അച്ഛൻ ഈ മേഖല മുഴുവൻ പാവപ്പെട്ടവനും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എല്ലാവർക്കും. എളംകുളം ശാലോം മാർത്തോമ പള്ളിയുടെ 1 ഏക്കർ സ്ഥലം ഇവിടെ അടുത്തുണ്ട്. ആ ഒരു ആസ്പത്രി വന്നതോടുകൂടി ആ സ്ഥലത്തിൻ്റെ പേര് മാർത്തോമ സിറ്റി എന്നാക്കി ബോർഡ് സർക്കാരിൽ വരെ എത്തിക്കാനുള്ള ഒരു പ്രാപ്തി കഴിവും ഉണ്ടാക്കിയെടുത്തു. ഞാൻ കളമശ്ശേരി ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് വടാട്ടുമാറ, പൊയ്ക, ഉരുളൻതണ്ണി തുടങ്ങിയ ഹൈ റേഞ്ച് മേഖലകളിൽ പ്രവർത്തിച്ച പ്രിൻസ് കോരേച്ചൻ മഴ പെയ്താൽ ദേവാലയം കുതിരും, ആളുകൾക്ക് വരാൻ പ്രയാസമാണ്. പക്ഷെ അച്ഛൻ ഒരിക്കൽ പോലും ആരാധന മുടക്കിയിട്ടില്ല. എങ്ങനെ അവിടെ എത്തിച്ചേരും. ആളുകൾ കുറച്ചേ കാണൂ, പക്ഷേ അന്ന് അച്ഛൻ തയ്യാറാക്കിയ പ്രസംഗം വളരെ ഹൃദ്യമായി ആളുകളോട് പങ്കുവയ്ക്കും. ഒരിക്കലും ജാഗ്രത ഇല്ലാതെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഷാജി ജോർജ് സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം നീര് തേടുന്ന വേരുകൾ, അതിൽ എഴുതിയിരിക്കുന്നു, അനുഗ്രഹീത ഇടയ വെളിച്ചം. വചനത്തിൻ്റെ കണ്ണാടിയിലൂടെ ദൈവജനത്തെ കാണുകയും വചന വെളിച്ചം നൽകുകയും ചെയ്ത പ്രിയ അച്ഛൻ എനിക്ക് ഒരു ഗുരു വെളിച്ചവും അഭിമാന ഇടയ വെളിച്ചവും ആയിരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ഒരു പക്ഷെങ്കിൽ അച്ഛൻ കടക്കാരനായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ അച്ഛനൊരു അക്ഷയനിധിയാണ്. ഈ തലമുറയിലെ വൈദികർക്ക് അച്ഛനൊരു വെല്ലുവിളിയാണ്. എൻ്റെ പേര് ബിബിൻ. ഞാൻ വടാട്ടുപാറ ശാലേം മാർത്തോമ ഇടവകയിലെ അംഗമാണ്. വൈദിക പഠനം പൂർത്തിയാക്കി അച്ഛൻ വടാട്ടുപാറ എന്ന പ്രദേശത്താണ് സഭ അച്ഛനെ നിയോഗിച്ചത്. വടാട്ടുപാറ കൂടാതെ പൊയ്ക, കുട്ടമ്പുഴ, മാമലക്കണ്ടം, ഉരുളന്തണ്ണി, പുന്നേക്കാട് എന്നീ പ്രദേശങ്ങളിലും അച്ഛൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്നത്തെ പോലെ വാഹനങ്ങളോ വഴികളോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ കുന്നുകളും മലകളും താണ്ടി അച്ഛൻ ആരുടെയും എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. രോഗികളായിരിക്കുന്ന ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനും അച്ഛൻ ഏറ്റവും താല്പര്യം കാട്ടി. ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുവാനുള്ള കാരണവും അച്ഛനാണ്.
2005 മെയ് മാസം ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ അച്ഛൻ എന്നോട് ചോദിച്ചു, ബിബിനെ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയുടെ സ്റ്റാഫായി പോകുവാൻ ബിബിന് താല്പര്യമുണ്ടോ എന്ന്. ഞാനന്നേരം അച്ഛനോട് പറഞ്ഞു, സാധാരണക്കാരായ ഞങ്ങൾ തിരുമേനിമാരുടെ സ്റ്റാഫുകളാകാൻ പറ്റുമോ? അതിന് അച്ഛൻ നൽകിയ മറുപടി, ഇത് ഒരു ദൈവിക ശുശ്രൂഷയാണ്, ബിബിൻ തിരുമേനിയുടെ സ്റ്റാഫ് ആകാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ അഭിമന്യ തിരുമേനിയെ കാണുകയും തിരുമേനിയുടെ സ്റ്റാഫായി ഞാൻ പ്രവേശിക്കുകയും ചെയ്തു. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛൻ എവിടെ ആയാലും ഓടി വരുമായിരുന്നു. എൻ്റെ പെങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ള സാമ്പത്തിക സഹായവും തന്ന് അച്ഛൻ ഞങ്ങളെ സഹായിച്ചു. അതുകൂടാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നെ വിളിച്ച് വടാട്ടുപാറയിലെ ഓരോ ആൾക്കാരുടെയും കാര്യങ്ങൾ ചോദിക്കുകയും രോഗികളായിരിക്കുന്നവരെ കാര്യങ്ങൾ ചോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ വിളിക്കുവാനും അച്ഛൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കൊച്ചമ്മയെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പൊയ്ക. എൻ്റെ പേര് സുകുമാരൻ. പ്രിൻസച്ചൻ വന്ന് ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി ശരിക്ക് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ 3-4 പെൺമക്കളുള്ള വീടുകളിൽ അവരെല്ലാവരെയും കെട്ടിച്ചു വിടാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി, പല വീടുകളുണ്ടാക്കി, അനേകം ആൾക്കാരും ചികിത്സയായിട്ട് മറ്റുള്ള രീതികളിലൊക്കെ അങ്ങ് സഹായിച്ചു. ഇടവക നോക്കാതെ മറ്റു ജാതിപ്പെട്ട എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു. കുട്ടമ്പുഴ. എൻ്റെ പേര് AP ജോസൻ എന്നാണ്. അച്ഛനുണ്ടെന്നപ്പോൾ ഈ ഇടവകയ്ക്കും ഈ ദേശത്തിനൊക്കെ ഒരുപാട് സഹായങ്ങളും ധനസഹായങ്ങളും എല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനം ഈ ദേശത്തിനും ഞങ്ങൾക്കും എല്ലാം അനുഗ്രഹപ്രദമായിരുന്നു. എൻ്റെ പേര് ജയൻ. ഞാൻ പ്രിൻസച്ചൻ ഇവിടെ ഇരുന്ന കാലത്ത് അച്ഛൻ്റെ അതോടൊപ്പം ട്രസ്റ്റിയായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. അന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും അറിയില്ല. എല്ലാ കാര്യത്തിലും അച്ഛൻ നമ്മളെ സഹായിക്കും. മാത്രമല്ല അച്ഛൻ ഒരു സൗമ്യശീലമായിരുന്നു എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും. അതുപോലെ തന്നെ ഇടവകയുടെ എന്ത് കാര്യത്തിനായാലും അച്ഛൻ വളരെ ഒരു സഹായ മനസ്ഥിതിയോടുകൂടി പെരുമാറുന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ദേവാലയം ഇതായിരുന്നില്ല അച്ഛൻ്റെ തുടക്കകാലത്ത്. ഇത് അച്ഛൻ മുൻകൈയെടുത്ത് ഫണ്ടൊക്കെ സ്വരൂപിച്ച് പണിയിപ്പിച്ചൊരു ദേവാലയമാണ്. ഈ ദേവാലയം പണിതിന് പിന്നിൽ തന്നെ അച്ഛൻ്റെ പ്രയത്നം വളരെയധികം അച്ഛൻ പ്രയത്നിച്ചിട്ടാണ് ഇതുപോലൊരു ദേവാലയം ഞങ്ങൾക്ക് ഒരുക്കി തരുന്നതിനായി ഇടയാക്കിയത്. എൻ്റെ പേര് ജിനീഷ് മോൻ ബാബു എന്നാണ്. ഈ ഇടവകയെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഇടവയിലെ ജനങ്ങളും ഈ ദേശത്തിലെ ജനങ്ങളും അച്ഛനോടും കുടുംബത്തോടും ഏറെ കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് ഈ കാണുന്ന ഈ മനോഹരമായ ദേവാലയം ഈ നിലയിലാക്കുവാൻ അച്ഛൻ്റെ കാലയളവിൽ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ പ്രവർത്തനം ഈ മേഖലകൾ മൊത്തം കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടമ്പുഴ മിഷനിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച ഒരു മിഷണറി കൂടിയായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ കാലയളവിൽ പൂയംകുട്ടി, ഉരുളന്തണ്ണി, പഴമ്പള്ളിച്ചാൽ എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങി പുതിയ ദേവാലയങ്ങൾ നിർമ്മിക്കുവാൻ അച്ഛന് സാധിച്ചു. അതോടൊപ്പം തന്നെ മാമലക്കണ്ടത്ത് പുതിയൊരു പാഴ്സനേജ് നിർമ്മിക്കുവാൻ അച്ഛന് സാധിക്കുകയുണ്ടായി. ആ കാലഘട്ടങ്ങളിൽ യാത്രകൾ വളരെ ദുർഘടമായിരുന്നെങ്കിലും തട്ടേക്കാട് പാലമില്ലാത്ത കാലഘട്ടങ്ങളായിരുന്നു പോലും എല്ലാ വീടുകളും കൃത്യമായി സന്ദർശനം നടത്തുന്നതിനും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യസമയത്ത് ഓടിയെത്തുന്നതിനും അച്ഛൻ കുടുംബമായി ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഈ ഇടവകയുടെ എല്ലാ ജനങ്ങളും എന്നും അച്ഛനോടും കുടുംബത്തോടും നന്ദിയുള്ളവരായിരിക്കും, കടപ്പെട്ടിരിക്കും എന്ന് ഈ സമയത്ത് ഓർപ്പിച്ചോളൂ. മാമലക്കണ്ടം, പഴമ്പള്ളിച്ചാൽ. എൻ്റെ പേര് സിജോ. അച്ഛൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്ങിലുണ്ടായിരുന്ന പള്ളികളിലൊന്നായ പഴമ്പള്ളിച്ചാൽ മാർത്തോമ ഇടവകയാണ് എൻ്റെ പള്ളി. അച്ഛൻ അവിടുന്ന് എന്നെ തേടി പിടിച്ച് അച്ഛൻ്റെ മാതൃക ഇടവകയായ മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിലേക്ക് എന്നെ ആക്കി. 18 വർഷക്കാലമായി ഞാനിപ്പോൾ മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിൽ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനിലൂടെ ഒരുപാട് ആളുകൾക്ക് നന്മകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛനോടും കുടുംബത്തോടും ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കും. Hallelujah,
ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതാ തിരുശരീരം, ഞങ്ങൾ പാനം ചെയ്താ തിരുരക്തം, ഞങ്ങൾക്കാർക്കും കുറ്റത്തിന് ശിക്ഷ വീട്ടുമാക്കി തീർക്കരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പുന്നേക്കാട്, പൂയംകുട്ടി എന്നീ മിഷൻ ഫീൽഡുകളിൽ മിഷണറിയായും ഇടവക വികാരിയായും ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിച്ചു. 2004 സെപ്റ്റംബർ 9 വിവാഹ കൂദാശയിലൂടെ ആനി വർഗീസ് കൊച്ചമ്മ അച്ഛൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഉത്തമയായ സഹധർമ്മിണിയായി കടന്നുവന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അവർക്ക് നൽകിയ പ്രിയപ്പെട്ട മക്കളാണ് നന്മമോളും നീതിമോളും. അച്ഛൻ്റെ സഹധർമ്മിണി ആനി വർഗീസ് കൊച്ചമ്മ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ അച്ഛനും കൊച്ചമ്മയും ശുശ്രൂഷ അനുഷ്ഠിച്ച സൂററ്റിലെ സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. നന്മമോളും നീതിമോളും ഉത്തമ സാക്ഷ്യത്തോടെ അവരുടെ പഠനം തുടരുന്നു. ഗുർഗോൺ സെൻറ് തോമസ്, ബറൂച്ച്, അങ്കലേശ്വർ, ക്വെയ്റ്റ് സെൻറ് ജെയിംസ്, സിംഗപ്പൂർ, ബംഗളൂരു, ഹെബ്ബാൾ, ജെറുസലേം. പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനും കുടുംബവും ഡിസംബർ മാസം 21-ാം തീയതിയാണ് ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുന്നത്. ആ ഞായറാഴ്ച പള്ളിയിൽ അച്ഛനായിരുന്നല്ല കുർബാന. അന്ന് വിശുദ്ധ കുർബാന അന്വേഷിച്ചത് പ്രിയ തോമസ് ജോർജ് അച്ഛനായിരുന്നു, ടോമി അച്ഛൻ. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സൈഡ് റൂമിലേക്ക്, താഴെ പാഴ്സനേജിൻ്റെ സൈഡ് റൂമിലേക്ക് അച്ഛൻ എന്നെ വിളിച്ചു. സെമിനാരി പഠനത്തിൻ്റെ ഓരോ പ്രൊസീജിയറും അച്ഛൻ പറഞ്ഞു. കാരണം അന്ന് വരെ എനിക്കൊരു ധാരണയില്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന്. ഓരോ ചുവടുകളും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ പഠിക്കുവാനും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഇടവകയിലൂടെ സാധാരണക്കാരായ ജനങ്ങൾ സ്തോത്ര കാഴ്ചയിടുന്ന പൈസയാണ് നിനക്ക് ശമ്പളമായി തരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സഭയോടും ഈ വിളിച്ച ദൈവത്തോടും ആയുസ്സിൻ്റെ അവസാനത്തോളം വിശ്വസ്തനായിരിക്കണം. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് അച്ഛൻ പറഞ്ഞു. ചെന്നൈ സെൻറ് തോമസ് മൗണ്ട് എന്നീ ഇടവകകളിൽ അച്ഛൻ വികാരിയായി ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ന്യൂഡൽഹി സെൻറ് ജോൺസ് സ്കൂളിൻ്റെയും സൂററ്റ് സെൻറ് തോമസ് സ്കൂളിൻ്റെയും പ്രിൻസിപ്പാളായി നല്ല നേതൃത്വം നൽകിയിരുന്നു. എന്നും പഠനത്തിൽ സമർത്ഥനായിരുന്ന അച്ഛൻ MA, BD, BEd, ബാച്ചുലർ ഇൻ ലൈബ്രറി സയൻസ് എന്നീ ബിരുദങ്ങൾ സ്വന്തമാക്കിയ പട്ടക്കാരനായിരുന്നു. പ്രിയപ്പെട്ട പ്രിൻസ് കോറെ അച്ഛൻ അവസാനമായി ശുശ്രൂഷ ചെയ്ത ഇടവക ചെന്നൈ സെൻറ് തോമസ് മൗണ്ടാണ്. Prince Kora Achin served our parish for 19 months. But we at St. Thomas Mount Marthoma Church of Chennai believe that Prince Kora Achin was with us for more than 19 years of his life. That is a kind of attachment that he always had with the parish. Every family felt so proud to have him as a parish priest. He was so loving, he was so caring, he was so compassionate, and he was so prayerful that he involved every section of the church in his priesthood. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അച്ഛന് 2 മക്കളുണ്ടെന്നുള്ളത്, നന്മയും നീതിയും. പക്ഷെ ഞങ്ങളുടെ ഇടവകയിൽ പറയുന്ന അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളെപ്പോഴും പറയാൻ. നിങ്ങൾക്ക് ഈ 2 മക്കൾ ആരാന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ പറയാം, നന്മ നീതി അല്ലാതെ
അദ്ദേഹത്തിന് 2 മക്കളും കൂടി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് മാർത്തോമ സഭയായിരുന്നു. അദ്ദേഹത്തിന് ആദ്യത്തെ മകനോ മോളോ, 2ാമത്തെ മകനോ മോളോ എന്ന് പറയുന്ന അദ്ദേഹം സേവനം ചെയ്ത ഇടവക. ഇങ്ങനെ ഞങ്ങളുടെ നടുക്കുള്ള ഒരു വർത്താനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 4 മക്കളാണ്. ആ 4 മക്കളെയും ഒരുപോലെ സ്നേഹിച്ച ഒരു പട്ടക്കാരനായിരുന്നു പ്രിൻസ് കോറാച്ചൻ. So much so we feel so proud to have had him as a parish priest, and that we could take care of him during his illness, and that we could bond with him. And we can tell you all that we have never ever seen such a blessed priest in this life of us. 2024 ജൂലൈ മാസത്തിലാണ് രോഗാതുരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ അച്ഛൻ പ്രവേശിപ്പിക്കപ്പെട്ടത്. അച്ഛൻ്റെ രോഗാവസ്ഥയിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളും പിന്തുണയും അച്ഛനോടും കുടുംബത്തോടുമൊപ്പമുണ്ടായിരുന്നു. 2024 ഡിസംബർ 1 50ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട പ്രിൻസ് കോറിയച്ചൻ സുവിശേഷത്തിനു വേണ്ടി നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് കർത്തൃസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. 2024 ഡിസംബർ 5 അച്ഛൻ്റെ മാതൃ ഇടവകയായ മാങ്ങാനം സെൻറ് പീറ്റേഴ്സ് മാർത്തോമാ പള്ളിയിൽ വെച്ച് നടന്ന സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത അഭിവന്യ തിരുമേനിമാർ, പട്ടക്കാർ, വിശ്വാസ സമൂഹം, പൊതുസമൂഹം എന്നിവരുൾപ്പെടെ കൂടിവന്ന ആയിരങ്ങൾ അച്ഛൻ്റെ ജീവിത സാക്ഷ്യത്തിൻ്റെ ഉത്തമ സാക്ഷികളായിരുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ തീഷ്ണതയുടെയും വിശ്വാസ സ്ഥൈര്യത്തിൻ്റെയും ഉത്തമ ക്രിസ്തീയ ജീവിത സാക്ഷ്യത്തിൻ്റെയും അടയാളമായി പട്ടത്ത സമൂഹത്തിനാകമാനം സാക്ഷ്യമാതൃകയായി സഭയുടെ നാഥനായ ക്രിസ്തു മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലൂടെ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇടങ്ങളിലെല്ലാം ക്രിസ്തു സദൃശ്യമായ സ്നേഹത്തിൻ്റെ പ്രകാശമണിയിച്ച പ്രിൻസ് കോറിയച്ചൻ്റെ സാക്ഷ്യം അച്ഛൻ പ്രവർത്തിച്ച എല്ലായിടങ്ങളിലും അച്ഛന് ജന്മം നൽകിയ മാതൃ ഇടവകയിലും ഇന്നും ജ്വലിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രകാശിക്കുകയും ചെയ്യും. ദൈവവചനം നമ്മോട് പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായർ 13:7-8. ചെയ്തിരിക്കുന്ന കർത്താവിന്റെ അകത്തുനിന്ന് പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും നമ്മുടെ കർത്താവിന് ജയം നൽകുന്ന സ്ത്രീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായം ലഭിക്കാനായി നിങ്ങൾ തിരിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്താൽ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും